ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനുമിസ്സാണ്. ഓക്കെ, മക്കളെ എല്ലാവരും നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഡസ് ഇറ്റ് ലുക്ക് ദി സെയിം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്ന് പറയാൻ കാരണം, നിങ്ങൾ ഇനി വരുന്ന 6th അതേപോലെ 7th ഒക്കെ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഹാഫ് ടേണും അതുപോലെ 1/4 ടേണും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഹാഫ് ടേൺ പഠിക്കുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചോദിച്ച ഒരു അടിപൊളി ചോദ്യമാണ് ഇന്ന് നമ്മൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കൊക്കെ അറിയാം എന്താണ് ഹാഫ് ടേൺ. ഹാഫ് ടേൺ എന്താ? സാധാരണഗതിയിൽ നമ്മൾ നേരെ എന്ത് ചെയ്യുക, തലകുത്തനെ അല്ലേ. നമ്മളിപ്പോൾ ഒരു സാധാരണ രീതിയിൽ ഇത്, അപ്പോൾ എൻ്റെ ഫോണിനെ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ നേരെ ഞാൻ ഹാഫ് ടേൺ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ മുകൾ ഭാഗം നേരെ എന്ത് ചെയ്യും, താഴോട്ട് വരും അല്ലേ. അപ്പോൾ ഈ മുകൾ ഭാഗം നേരെ താഴോട്ട് വന്നാൽ എങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതാണ് ഹാഫ് ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ നേരെ നിൽക്കുന്ന ഒരു കുട്ടി നേരെ എന്ത് ചെയ്യും, തല തിരിയും. അപ്പോൾ വീണ്ടും ഇങ്ങനെ തലകുത്തി നിൽക്കുന്ന എൻ്റെ ഫോൺ വീണ്ടും ഹാഫ് ടേൺ എടുത്താൽ എങ്ങനെ ഇരിക്കും, ഇങ്ങനെ മേലോട്ട് പോകും. കണ്ടോ? അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഹാഫ് ടേൺ എന്ന് പറയുന്ന കാര്യം പഠിച്ചത് അല്ലേ. അപ്പോൾ ഇത് ബന്ധപ്പെട്ടിട്ട് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചൊരു ചോദ്യമാണിത്. എൻ്റെ മക്കൾ ഒന്ന് വായിച്ചു നോക്കിക്കേ. തിങ്ക് ഓൾ ഓഫ് 2, 3 and 4 digit numbers which look the same of half a turn. അപ്പോൾ നമ്മളോട് ചോദിച്ചത് 2 digit and 3 digit 4 digit 3 രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ ആൻസേഴ്സ് ആയിട്ട് എഴുതണം. 2 അക്ക സംഖ്യകൾ അല്ലേ, 2 digit നമ്പേഴ്സുകൾ, 3 digit നമ്പേഴ്സുകൾ, 4 digit നമ്പേഴ്സുകൾ. ഇതിൽ ആരാണ് നമ്മൾ ഹാഫ് ടേൺ എടുത്തു കഴിഞ്ഞാൽ ഒരുപോലെ വരുന്നത് അല്ലേ. അപ്പോൾ നമ്പേഴ്സിൻ്റെ അകത്ത് നമുക്കത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ചു നോക്കാം. ഇവിടെ 0 എന്ന് പറയുന്ന നമ്പർ, അത് ഹാഫ് ടേൺ എടുത്താലും അതേ പൊസിഷനിൽ തന്നെ അതേപോലെ ഇരിക്കും ഇല്ലേ, സിമെട്രി ആയിരിക്കും. 1 എന്ന് പറയുന്ന നമ്പർ അതും അങ്ങനെ തന്നെ ഇരിക്കും. 8 എന്ന് പറയുന്ന നമ്പർ അതും ഏത് രീതിയിൽ തന്നെയാണ്, തല തിരിഞ്ഞു വന്നാലും 8 തന്നെയാണ് നമ്മൾ വായിക്കുക അല്ലേ. വേറെ ഏതെങ്കിലും നമ്പർ അതുപോലെ ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അതുപോലെ 2 digit നമ്പർ വരുന്ന ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടാവും ഇവിടെ, 2 digit 88 കൂടെ ഉണ്ടാവും അല്ലേ. 88 നമ്മൾ തിരിച്ചിട്ടാലും 88 തന്നെയല്ലേ വായിക്കുക അല്ലേ. ഹാഫ് ടേൺ എടുത്തു കഴിഞ്ഞാലും അത് 88 തന്നെയായിരിക്കും. 3 digit നമ്പേഴ്സുകളോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 3 digit നമ്പേഴ്സുകൾ ആരൊക്കെയായിരിക്കും? യെസ്, ആദ്യം ഇതിൽ കൊടുത്തിട്ടുണ്ട് 101 അല്ലേ. തല തിരിച്ചിട്ടാലും 101 ആയിരിക്കും. 111 അല്ലേ, 111. പിന്നെ ഏതാ വരുക, 888 വരും. വേറെ ഒന്നുകൂടെ ചിന്തിച്ചു നോക്കിക്കേ നിങ്ങൾ, 888. പിന്നെ ഏതാ 181 വരും. 818 വരും. പിന്നെയോ 808 വരും അല്ലേ. ഇങ്ങനത്തെ കുറേ നമ്പേഴ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ ഹാഫ് ടേൺ വരുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ 4 digit നമ്പേഴ്സുകൾ നോക്കുകയാണെങ്കിലോ, 4 digit നമ്പേഴ്സിൻ്റെ കേസിലാണെങ്കിൽ ഇവിടെ 1001 വന്നിട്ടുണ്ട്. അടുത്തത് എന്താ, 1111. അതും നമുക്ക് ഹാഫ് ടേൺ എടുത്താൽ അതേപോലെ തന്നെയാണ് വായിക്കാൻ വേണ്ടി പറ്റുക അല്ലേ. ഇനി വേറെ ഏത് പറ്റും, യെസ് 8888 വരാം. പിന്നീടോ 8118 വരാം. വേറെ ഏതൊക്കെ വരാം, 1881 വരാം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല തിരിച്ചിടാം. 8008 വരാം. വന്നൂടെ? അപ്പോൾ ഇതുപോലെ റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ 4 digit നമ്പേഴ്സുകളും അതുപോലെ 3 digit നമ്പേഴ്സുകൾ, 2 digit നമ്പേഴ്സുകൾ, ഇപ്പം നമുക്ക് കിട്ടിയ കുറച്ച് നമ്പേഴ്സുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സാമിന് വരികയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും അടുത്തൊരു ക്ലാസ്സിൽ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.